എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. അതാണ് പൗലോസ്ലീഹായുടെ ഒരു അഭിവാദനമാണത്. അതോടുകൂടിയാണ് ഈ ഭാഷണ കാനോന ആരംഭിക്കുന്നത്. 2 കൊറിന്ത്യർ 13-14. 2 കൊറിന്ത്യർ 13-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഇപ്രകാരമുള്ള ഒരു സല്യൂട്ടേഷൻ കാണുന്നത്. ഉണ്ടോ എന്ന് നോക്കിക്കേ. 2 കൊറിന്ത്യർ 13-14. ആ 13 അല്ലേ? പതിമൂന്നല്ലേ? ആ 13 അതെ, സുവിശേഷം ലേഖനത്തിൽ 13 വാക്യമുള്ളൂ, ലാസ്റ്റ് വാക്യം. ഏതാ? ആണോ? 13 അതെയോ? അതെ. അപ്പം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും, ഇത് കുർബാനയുടെ ആരംഭകാലം മുതൽ, അതായത് 4-ാം നൂറ്റാണ്ട് മുതൽ ഈ അഭിവാദന കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ജനങ്ങളെ അഭിവാദനം ചെയ്യാനായിട്ടുള്ള ഒരു ആശംസയാണിത്. അതായത് പുത്രൻ്റെ ഇറങ്ങിവരവ് വഴിയും കൃപ വഴിയാണ്, പിതാവിൻ്റെ സമ്മതം സ്നേഹം വഴിയാണ്, അരൂപിയുടെ ആവാസം പൂർണ്ണമാക്കൽ വഴിയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ സൂചനയുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ ഹൃദയങ്ങളെ പാപത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നു, പൗത്രീകരിക്കുന്നു. മിശിഹായുടെ കൃപ ജീവൻ നൽകുന്നു, പിതാവിൻ്റെ സ്നേഹം കരുണയുടെ വാതിൽ തുറക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ത്രിത്വത്തിനുള്ള സ്ഥാനവും പങ്കാളിത്തവും മനസ്സിലാക്കാൻ ഈ കാനോന, ഇറ്റ് ഈസ് എ ട്രിനിറ്റേറിയൻ ഫോർമുല ഉണ്ട്. ഏതാ? അതായത് അനാഫറയിൽ ത്രിത്വത്തിനുള്ള പങ്കാളിത്തം, അതാണോ ഉദ്ദേശിച്ചത്? ത്രിത്വത്തിനുള്ള സ്ഥാനവും പങ്കാളിത്തവും മനസ്സിലാക്കാൻ ഈ കാനോന സഹായകരമാണ്. അത് ഇതാണോ? മിശിഹായുടെ കൃപ ജീവൻ നൽകുന്നു, പിതാവിൻ്റെ സ്നേഹം കരുണയുടെ വാതിൽ തുറക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ് തിമോത്തി 2-ാമൻ പാത്രിയർക്കീസ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. കിട്ടിയില്ല അല്ലേ? നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ. അപ്പോൾ മിശിഹായുടെ കൃപ ജീവൻ നൽകുന്നു, പിതാവിൻ്റെ സ്നേഹം കരുണയുടെ വാതിൽ തുറക്കുന്നു, കരുണയുടെ വാതിൽ, ഡോർ ഓഫ് മേഴ്സി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ ഹൃദയങ്ങളെ പാപങ്ങളിൽ നിന്ന് വിമോചിച്ച് പൗത്രീകരിക്കുന്നു, സാങ്ക്ടിഫിക്കേഷൻ. പാപങ്ങളിൽ നിന്ന് വിമോചിച്ച് പൗത്രീകരിക്കുന്നു എന്നുള്ളതാണ് സൂചന. അതെ.
പിന്നെ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, അതല്ലേ പ്രാർത്ഥിക്കുന്നത്? ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. സങ്കീർത്തനം 63:4. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് ചൊല്ലുന്നു. അപ്പോൾ ഉന്നതം എന്ന് പറഞ്ഞാൽ ദൈവപിതാവിങ്കിലേക്ക് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. നിങ്ങളുടെ വിചാരം ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. വിലാപം 3:41. വിലാപത്തിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയേ. വിലാപം 3:41. വിലാപത്തിൻ്റെ പുസ്തകം 3:41. അതുപോലെ കൊളോസ്യൻസ് 3:1. ഇതെല്ലാം ഈ പ്രാർത്ഥന രൂപീകരിക്കുന്നതിൻ്റെ വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനങ്ങളാണ്. അതാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനമായിട്ട്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തുവിൻ. അതായത് ഈ ശുശ്രൂഷ കുർബാന ഭൂമിയിലാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ നാം സ്വർഗത്തിലേക്ക് നോക്കുകയും നമ്മുടെ ആത്മാവിൻ്റെ ദൃഷ്ടികളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും വേണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതായത് നമ്മൾ വ്യർത്ഥചിന്തകളാൽ നയിക്കപ്പെടാതെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിനും പാപികൾക്ക് വേണ്ടി കരുണയാചിക്കുന്നതുമായ മിശിഹ ഇപ്പോൾ ബലിയർപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി അടുത്ത അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ അങ്ങയുടെ പക്കലേക്ക് എന്നല്ലേ പറഞ്ഞേക്കണേ. അതെന്നാന്ന് ചോദിച്ചാൽ അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെയും ദൈവം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിന് ബലിയാണ് അർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് നിലകൊള്ളുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ എന്നൊക്കെ ചില പ്രാർത്ഥനകളിൽ കാണാം എന്ന് പറഞ്ഞതുപോലെ ഒരു യഹൂദ ശൈലിയാണിത്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നുള്ളത്. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെയും ദൈവം ഒന്ന് തന്നെയാണ്. രക്ഷാകര പൂർത്തിയാക്കിയ ഏകദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മുടെ ഹൃദയവിചാരങ്ങൾ ഉയർത്തേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. പിന്നെ ആരാധ്യനായ രാജാവ് എന്ന മറുപടി അങ്ങയുടെ പക്കലേക്ക്. അപ്പോൾ ആരാധനയ്ക്കും സ്തുതിക്കും അർഹനായ ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ ഹൃദയവിചാരങ്ങൾ ഉയർത്തേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്ത് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് ബലിയർപ്പിക്കപ്പെടുന്നു. അപ്പോൾ കുർബാനയുടെ ബലിമാനമാണ് അവിടെ കാണിക്കുന്നത്. ലോർഡ് ഓഫ് ഓൾ, സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കുർബാന എന്നുള്ള ഒരു ബലിയാണ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത്. ദൈവം സകലത്തിൻ്റെയും നാഥനാണ് എന്നുള്ളതും സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന്, ഗോഡ് ഓഫ് ഓൾ മൈറ്റി, ലോർഡ് ഓഫ് ഓൾ, ദൈവത്തിൻ്റെ സകലത്തിൻ്റെയും നാഥനാണെന്നുള്ള സൂചനയാണ്. പിന്നെ കുർബാനയുടെ ബലി സ്വഭാവം ഇതിൽ വ്യക്തമാണ്. ഹെബ്രായർ 9:11. കാരണം കുർബാനയിൽ മിശിഹ ബലിയർപ്പകനും ബലിവസ്തുവുമായി മാറുന്നു. ദ ഓഫറർ ആൻഡ് ദ ഓഫർട്രീ. ജീസസ് ഈസ് ദ ഓഫറർ ആൻഡ് ദി ഓഫർട്രീ. ബലിയർപ്പകനും ബലിവസ്തുവുമാണ് മിശിഹ. ഹെബ്രായർ 9:11. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പെസഹ കുഞ്ഞാട് എന്നുള്ള കാര്യങ്ങളും പിന്നെ അത് ന്യായവും യുക്തവുമാകുന്നു. ദൈവത്തിന് കുർബാന അർപ്പിക്കുന്നത് ന്യായവും യുക്തവുമാകും. ദൈവജനത്തിൻ്റെ കൃതജ്ഞതാപ്രകാശത്തിൻ്റെ അടയാളമാണ്
കൃതജ്ഞതയുടേതായ ബലിയർപ്പിക്കാൻ ആരാധന സമൂഹത്തിന് മുഴുവനും ഉത്തരവാദിത്വമുണ്ട്. സമാനമായ അപ്പോൾ ഇത് റീസണബിൾ എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ഉന്നതി. രണ്ട്, ആരാധനാ സമൂഹത്തിൻ്റെ നന്ദി പ്രകാശനം. ഇക്കാര്യങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് ന്യായമാണ്, യുക്തമാണ്. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലാണ് ഈ ബലി അർപ്പിക്കുന്നത് എന്ന് മാത്രം. പിന്നെ സമാധാനം നമ്മോടുകൂടെ എന്നുള്ളത്. പിന്നെയുള്ളതാണ് കാർമ്മിക താഴ്ന്ന സ്വരം എന്ന് പറഞ്ഞാൽ കൂശാപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മന്ത്രിക്കുക എന്നുള്ളതാണ്, വിസ്പർ. അപ്പോൾ ഓരോ കൂശാപ്പയും ഗേഹന്ത പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ട് കാർമ്മികൻ ചെല്ലുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അത് സമൂഹം കേൾക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് അത് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ഈ ബലിയർപ്പിക്കാനുള്ള യോഗ്യതയ്ക്കായിട്ട് കാർമ്മികൻ സ്വയം പ്രാർത്ഥിക്കുന്ന അവസരമാണ് ഈ കൂശാപ്പ എന്ന് പറയുന്നത്. സമയം ഗേഹന്ത പ്രാർത്ഥന അതിൽ അല്പം സ്വരമുയർത്തിയാണ് ചൊല്ലുന്നത്. ഓക്കെ. മനസ്സിൽ ചൊല്ലാം. അതെ 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 അതെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉറക്കെ ചെല്ലുന്നത് മാത്രം. അതെ അതെ അതെ. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ഒരടപ്പ് കഴിഞ്ഞോളൂ. ഇനിയുണ്ട് മൂന്നെണ്ണോടെ അല്ലേ? ഇനി രണ്ടാം പ്രണാമ ജപം. ഇതെപ്പോൾ തീരുമെന്ന് ആലോചിക്കുന്നല്ലേ? ഇന്ന് തീർക്കാം. ഉണ്ട്. അതുപോലെ കാനോനിയുണ്ട്, സഹായാഭ്യർത്ഥനയുണ്ട്. ഇതെല്ലാം ഉണ്ട്. 4 ഘടകങ്ങളുമുണ്ട്. ഇപ്പം ഇത്രയും സമയമുള്ളതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് 1 മണിക്കൂർ കൊണ്ടും നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. നമുക്കതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്നു. രണ്ടാം പ്രണാമജപം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീത്വത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് സൃഷ്ടി, പരിപാലനം, ദൈവത്തിൻ്റെ പരിപാലനം, ഇതിനെയെല്ലാം അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു നന്ദി പ്രകാശനമാണ് രണ്ടാമത്തെ. പിന്നെ പഴയ നിയമ രക്ഷാകര പദ്ധതിയെ അനുസ്മരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് രണ്ടാം ഗേഹന്ത പ്രാർത്ഥന എന്നുള്ളത്. രണ്ടാം പ്രണാമജപം സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നു. പിന്നെ ദൈവനാമത്തെ കുറിച്ച് പറയുന്നു. ഇതൊക്കെയാണ് രണ്ടാം പ്രണാമജപത്തിലുള്ളത് അല്ലേ? ഇന്ന് വായിക്കാവോ? പിതാവും പുത്രനും അഡ്രസ് ടു ഹോളി ട്രിനിറ്റി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവനാമം എല്ലാ ദൈവത്തിൻ്റെ നാമം. ദൈവനാമം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ തന്നെയാണ്. ദൈവം എല്ലായിടത്തു നിന്നും സ്തുതിക്ക് യോഗ്യനാകുന്നു. അതാണ് ആദ്യമേ പറയുന്നത്. എല്ലാ സൃഷ്ടികളും. അപ്പോൾ എല്ലാ സൃഷ്ടികളും സൃഷ്ടാവിനെ സ്തുതിക്കാനും പുകഴ്ത്താനും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവ സൃഷ്ടിയെക്കുറിച്ചാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി തന്നെ അവതരിച്ചു എന്നുള്ളതാണ്. അതാണ് പിന്നീട് അനുസ്മരിക്കാൻ പോകുന്നത്. അതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലും കൂടിയാണത്.
അതായത് സ്വർഗീയ ലിറ്റർജിയും ഭൗമിക ലിറ്റർജിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. ഹെവൻലി ലിറ്റർജി ആൻഡ് എർത്തിലി ലിറ്റർജി, അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഇതിൻ്റെ അവസാന ഭാഗം നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നായി ഉച്ചസ്വരത്തിലവർ പിന്നെ പാടുന്നതല്ലേ കാനോന. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അപ്പോൾ അത് മാലാഖമാരുടെ കീർത്തനമാണ്. ആ കീർത്തനത്തോടാണ് ഭൗമികരായിട്ടുള്ള നമ്മുടെ കീർത്തനങ്ങളും യോജിക്കേണ്ടത് എന്നുള്ള സൂചനയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ സ്വർഗീയ ഗണങ്ങളോടൊപ്പം ഭൗമികരായ നമ്മളും പങ്കുചേരുന്നു, അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് തുടർന്നുള്ള കാനോന സൂചിപ്പിക്കുന്നത്. അതാണ് ഹെവൻലി ലിറ്റർജി ആൻഡ് എർത്ത്. ആ ക്രോവേന്മാർ, ശ്രാപ്പേൻ, അതെ, മുഖ്യദൂതന്മാർ. ക്രോവേൻ എന്ന് പറഞ്ഞാൽ ക്രോവേന്മാർ സുറിയാനിയിലുണ്ടത്, ശ്രാപ്പേ, ഇതെല്ലാം നമ്മളിപ്പോൾ മലയാളത്തിൽ അത് കെരൂബുകളും സെറാഫീമുകളും, അതാണ് സെറാഫീം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് തന്നെ, അങ്ങനെ പല 9 അത് തന്നെ. അതെ, കാനോന അതാണ്. അപ്പോൾ ഒന്നായി ഉച്ചസ്വരത്തിൽ നിന്നുള്ളത്. പിന്നെ കാനോന കഴിയുമ്പോഴുള്ളതാണ് പരിശുദ്ധൻ, ഓശാന ഗീതം, അല്ലെങ്കിൽ പരിശുദ്ധൻ സാങ്ക്തൂസ്. അത് ഏശയ്യ 6:3 ദൈവം പരിശുദ്ധൻ, ഏശയ്യയുടെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏശയ്യ 6:3 ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള ആ ഗീതം. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് യഹൂദ ലിറ്റർജിയിലുള്ളതാണ്. യഹൂദ ലിറ്റർജിയിൽ നിന്ന് നമ്മുടെ കുർബാനക്രമത്തിലേക്ക് എടുത്തേക്കുന്നതാണിത്. ഇതിൻ്റെ അവസാനത്തെ 2 ഘടകങ്ങളാണ് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതായിട്ട് ഉള്ളത്. ഏശയ്യ 6:3 എന്നുള്ളത് യഹൂദ പശ്ചാത്തലത്തിലുള്ളതാണ്. ദൈവസ്തുതിപ്പ് എന്നുള്ള രീതിയിലേ പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ളത്. അതേസമയം രണ്ടാമതായിട്ട് കൂട്ടിച്ചേർത്തതാണ് മത്തായി 21:9 ബെനദിക്തൂസ്. 21:9 ഏതാ? അതും ശരിയാ, അതും പരിശുദ്ധൻ വരാനിരിക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ. ആര് കൂട്ടിച്ചേർത്താന്നോ? അത് ഈ 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അന്നത്തെ സഭാപിതാക്കന്മാർ കൂട്ടിച്ചേർത്തതാണ് ഈ അദായിമാറി അനാഫ്രയുടെ ഘടനയിലേക്ക്. പിന്നെ മത്തായി 23:39 വന്നവനും വീണ്ടും വരുവോനും തന്നെയാണ് എന്നുള്ളത്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഗീതം ഉണ്ടോ ഇതിനകത്ത്. മത്തായി 21:9 അതായത് ഉന്നത വീതിയിൽ ഓശാന, ദാവീദിൻ സുതൻ ഓശാന, അതാണ് ആദ്യത്തെ ഭാഗം. മണ്ണും വിണ്ണും നിറയുന്ന മണ്ണും ഉന്നത വീതിയിൽ ഓശാന ദാവീദിൻ, അതായത് ഈശോയുടെ ജെറുസലേം പ്രവേശന വേളയിൽ ആ ബാലവൃന്ദം ജനങ്ങൾ ആലപിച്ചതാണത്. ദാവീദിൻ സുതൻ ഓശാന. അതേസമയം കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അവന് ഓശാന എന്നുള്ളത്
അനുഗ്രഹീതനാകുന്നുള്ളത് മത്തായി 23:39 ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇത് സങ്കീർത്തനം 118:26 നിന്നും വന്നതാണ്. അതെ, അതാണ് സാങ്ക്തൂസ്, ഓശാന ഗീതം. അതെ, പരിശുദ്ധൻ എന്നുള്ളത്. ബെനഡിക്തൂസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതൻ. ബെനഡിക്ട് അതാണ് രണ്ടാം ഗേഹന്തായുടെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഗേഹന്തയാണ് ഉള്ളത്. ആ അത് കാർമികൻ ചെല്ലുന്നതല്ലോ, അല്ല സമൂഹം ചെല്ലുന്ന. എന്നാ കുഴപ്പം? അതെ, എഴുതിയോ? ഹോളി ഫാമിലിക്കാർ എത്ര പേരുണ്ട്? 2 പേരോ? എത്തിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നോ? എവിടെയാ? അതുകൊണ്ട് സഹായിക്കാൻ പോയതാ. അവിടുത്തെ ആണോ? ആ, ഇന്ന് ബൈബിൾ കലോത്സവമാണോ? സോണിൻ്റെ ഫൊറാനയുടെ അല്ലേ? നിങ്ങളുടെ ഫൊറാന ഏതാ? വലവക്കോട്. പലയിടത്തു നിന്നാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ തിയോളജി കോഴ്സൊക്കെ പഠിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാ രൂപതകളിലും തന്നെ ഉണ്ട് ഇങ്ങനത്തെ ഒരു തിയോളജി ക്ലാസ്സുകളൊക്കെ. മിക്ക രൂപതയിലും ഉണ്ട്. പണ്ടത്തെക്കാളും ഇപ്പോൾ കൂടുതൽ പഠിക്കാനും ഒക്കെ ഇതൊക്കെ. അതല്ലേ? വരും അല്ലേ? അതെ അല്ലേ? നിങ്ങൾ ഓരോ തിരക്കുള്ളവരാ, എന്നിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് വന്നേക്കുന്നു. അല്ലേ? ഓക്കെ. ഇനി അടുത്തത് 3-ാം പ്രണാമജപം.
വടവാദ സെമിനാരിൽ വന്നിട്ടുള്ളവരുണ്ടോ അതിനകത്ത്? അതെ, സെമിനാരിൽ ചേരാമെന്നായിരുന്നോ? ആ ആ വാ ഇത്രയും ദൂരമുണ്ടല്ലോ. ഒരു ദിവസം വരാവുന്നതാണ് നിങ്ങൾക്കെല്ലാം. ആ അത് അച്ഛനോട് പറഞ്ഞാൽ മതി. സ്റ്റഡി ടൂർ അല്ലേ? അതെ അതെ. വീട്ടിൽ നിന്നൊക്കെ വിടണം. ഏത് തോമസ്? തോമസിനേതാ? കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ കാണാം. അച്ഛനെന്നാ? അതെ, വരാൻ പറഞ്ഞോ? വടവാതിലുള്ള എല്ലാവരും തന്നെ വന്നു ഇവിടെ അല്ലേ? ഏതാ? അപ്പോൾ മൂന്നാമത്തെ ഗേഹന്ത. ഇനി ഒരു 2 ഗേഹന്തയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അപ്പോഴേക്കും ബ്രേക്ക് ആവും. മൂന്നാമത്തെ ഗേഹന്ത ഇച്ചിരി സമയം കൂടുതലെടുക്കും. കാരണം മൂന്നാമത്തെ ഗേഹന്തയിൽ ഈശോയുടെ രക്ഷാകര പദ്ധതി എല്ലാമാണ് അനുസ്മരിക്കുന്നത്. വി കവർ ദ റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ഗോഡ് ആൻഡ് താങ്ക് ഹിം ഇൻ ദ തേർഡ് ഗേഹന്ത പ്രയർ ഫോളോയിങ് ദ റിക്വസ്റ്റ് ഓഫ് പ്രയർ. പ്രാർത്ഥനാഭ്യർത്ഥന അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, അതെല്ലാം ഒരേ ആശയം തന്നെയാണ്. ഈ ഗേഹന്ത പ്രാർത്ഥന 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, 2ആയിട്ട് മുറിച്ചിരിക്കുന്നു. തിരിച്ചിരിക്കുന്നതിൽ 2ആയിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലാണ് സ്ഥാപന വിവരണം ചേർത്തിരിക്കുന്നത്. അസത്തിൽ ഇത് ഒന്നായിട്ട് കിടന്നതാണ്. അത് പിന്നെ സ്ഥാപന വിവരണം അവിടെ ചേർക്കാൻ വേണ്ടി അത് 2ആയിട്ട് തിരിച്ചു. പണ്ട് ഉദയംപേരൂർ സുനദോസിന് മുമ്പ് ഈ സ്ഥാപന വിവരണം ഇൻസ്റ്റിറ്റ്യൂഷൻ നരേറ്റീവ്, അതായത് എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ്റെ രക്തമാകുന്നു, ഇതിൻ്റെ ശരീരമാകും, അങ്ങനെ പറയുന്നു. കോൺസെക്രേഷൻ വേർഡ്സ് നമ്മൾ പറയുന്നില്ല. അതെ അതെ, അവരെ അത് കുദാശ വചനങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഒരുമിച്ചായിരുന്നു. പിന്നെ അതായത് സുനദോസിന് ശേഷവും അവരത് ചേർത്തിരുന്നത് മറ്റ് സ്ഥലങ്ങളിലായിരുന്നു. അനാഫ്രയ്ക്ക് പുറത്തായിരുന്നു. അനാഫ്ര കഴിഞ്ഞ് വിഭജന ശുശ്രൂഷയുടെ സമയത്തൊക്കെയാണ്. പിന്നീടാണത് ഈ മൂന്നാം ഗേഹന്തയുടെ ഉള്ളിലായിട്ട് നടുവിലായിട്ടത് ചേർത്തത്. അപ്പോൾ മൂന്നാം ഗേഹന്തയെ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചതിന് ശേഷമാണ് ആ ഒരു കൂട്ടിച്ചേർക്കൽ. കാരണം അദായിമാരിയിൽ മാത്രമാണ്, ഈ ഗേഹന്തായിൽ മാത്രമാണ് ഈ പറഞ്ഞ സ്ഥാപന വിവരണം ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാ അനാഫ്രകൾ നോക്കിയാലും അതിനകത്തെല്ലാം സ്ഥാപന വിവരണം ഉണ്ട്. അപ്പോൾ ലത്തീൻ കാഴ്ചപ്പാടനുസരിച്ച് സ്ഥാപന വിവരണം ഇല്ലെങ്കിൽ അത് കൂദാശയാവുമെന്ന് അവർക്ക് സംശയം. കാരണം ഈ സ്ഥാപന വിവരണം ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവർ നിർബന്ധം പിടിച്ച് ഇത് കൂട്ടിച്ചേർക്കുന്നത്. അല്ലെങ്കിൽ അതൊരു കൂദാശക്രമമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ 2001 റോമിൽ നിന്നും ഒരു രേഖ ഇറങ്ങിയുണ്ടായി, ഒരു ഡോക്യുമെൻ്റ്. അതിനകത്ത് പറഞ്ഞേക്കുന്ന സ്ഥാപന വിവരണം ഇല്ലെങ്കിലും അതായി മാറിയ അനാഫറ അത് വാലിഡാണ്.
അത് സാധുതയുള്ളതാണ്. കാരണം ഇവിടെ ഈ ശൂറായികളൊക്കെ അതില്ലാതെയാണ് പലപ്പോഴും അത് ഇല്ലാതെയാണ് ചൊല്ലുന്നത്. എങ്കിലും അവരുടെ കുർബാനയെക്കുറിച്ച് ആർക്കും ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നൂറ്റാണ്ടുകൾ മുമ്പ് നമുക്ക് ലഭിച്ച ഒന്നാണ് ഈ കുദാശക്രമം. ഇപ്പം അതിൻ്റെ പ്രാചീനത വ്യക്തമാക്കുന്നതാണ്. പിന്നീടാണ് അതിൻ്റെ ഈ പറഞ്ഞ മാറ്റർ ആൻഡ് ഫോം ചിന്തകളൊക്കെ വന്നത്. അതിൻ്റെ ഫോമിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് ഈ സ്ഥാപന വിവരണം നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കുകയും അപ്പോൾ ഇതില്ലെങ്കിൽ ആ കുർബാന ഇൻവാലിഡാണെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ കുർബാനയിൽ ഇതില്ലെങ്കിലും ഇപ്പോൾ ഒരു അത് വാലിഡാണ്. അദ്ദായിമാറിയുടെ ക്രമത്തിൽ മാത്രം. ബാക്കി 2 അനാഫറകളിൽ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കോൺട്രവേഴ്സിയോ സംശയമോ ഒന്നും വന്നിട്ടില്ല. താനും ഏതാ ആ ബൈബിൾ ഭാഗം ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ ഇതിനകത്തെ. പിന്നെ അതിന് തത്തുല്യമായിട്ടാണ് അദ്ദായിമാറിയിൽ വേറെ പ്രാർത്ഥനയുണ്ട്. ഈ സ്ഥാനങ്ങൾ, അതായത് 4-ാം ഗേഹന്തയിൽ വരുമ്പോൾ അങ്ങ് നൽകിയ മാതൃക അനുസരിച്ച്, പരമ്പരാഗതമായി സ്വീകരിച്ച മാതൃക അനുസരിച്ച് എന്ന് പറഞ്ഞ് ഒരു ഭാഗമുണ്ട്. അതും ഈ സ്ഥാപന വിവരണത്തിന് തത്തുല്യമായിട്ട് നിലകൊള്ളുന്നതാണ്. ആ ഓർമ്മ അനാഫ്രയിലെ ജനിപ്പിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ നരേറ്റീവ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നരേറ്റീവ് എന്ന സ്ഥാപന വിവരണം നമ്മുടെ കയ്യെഴുത്ത് പ്രതികളിലൊന്നും, അദ്ദായിമാറിയ അനാഫ്രയുടെ കയ്യെഴുത്ത് പ്രതികളിലൊന്നും സ്ഥാപന വിവരണമില്ല. എങ്കിലും അത് പിൽക്കാലത്ത് 16-ാം നൂറ്റാണ്ടോടു കൂടിയാണ് അത് കൂട്ടിച്ചേർത്തത്. അത് അനാഫ്രയുടെ പുറത്തായിട്ട്, അതായത് ഈ വിഭജന ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ടാണത് ഈ സ്ഥാപന വിവരണം കൂട്ടിച്ചേർത്തിരുന്നത്. എങ്കിലും പിന്നെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുർബാന ടെസ്റ്റുമായിട്ട് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 3-ാമത്തെ ഗേഹന്തയുടെ ആദ്യത്തെ ഭാഗം സ്ത്രീയിൽ നിന്നും ജാതനായി തന്നെ ശൂന്യനാക്കി, ആ ഭാഗം ഒഴിവാക്കി, ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് അദ്ദായിമാറി അനാഫറയിലുണ്ടായിരുന്നതല്ല, അത് തേദോറിൻ്റെ കുദാശക്രമത്തിൽ നിന്നും എടുത്തതായിരുന്നു. തേദോറിൻ്റെ കുദാശക്രമം ഇപ്പോൾ അത് നമ്മുടെ സഭയിൽ നിലവിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 3 കുദാശക്രമങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദായിമാറി അനാഫറയിൽ നിന്നും തേദോറിൽ നിന്നും എടുത്ത ഭാഗങ്ങൾ മാറ്റിക്കളയുകയുണ്ടായി. മനസ്സിലായോ? അതാണ് 3-ാം ഗേഹന്തയുടെ ഭാഗം എന്നുള്ളത് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിനകത്ത് 3-ാമത്തെ കൂശാപ്പ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അത് ഏശയ്യായുടെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 3-ാമത്തെ കൂശാപ്പ എന്ന് പറഞ്ഞിരുന്നത്. 1-ാമത്തെ ത്രിത്വ കേന്ദ്രീകൃതം, 2-ാം ഭാഗം ദൈവത്തിൽ നിൽക്കാനുള്ള തൻ്റെ അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ടുള്ളതാണ് എനിക്ക് ദുരിതം. ഏശയ്യാ 6:5 അതാണ് എൻ്റെ. അത് ഏശയ്യായുടെ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ. പിന്നെ അതിൻ്റെ പ്രാർത്ഥനാഭ്യർത്ഥന അത് അത്രയും പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഓടിച്ചു വിട്ടത്. അതും കുറേ ഉണ്ടത്. മൂന്നാം കൂശാപ്പ സഹായാഭ്യർത്ഥന വരുന്നത്. അതെ അതെ അതെ. അതെങ്ങനെയാ അപ്പവും മീഞ്ഞും ഇല്ലാതെ എങ്ങനെയാ പറ്റണേ? അത് ലിറ്റാർജിക്കൽ ഒരു ലിറ്റാർജിക്കൽ ഇതാണ്, ഒബ്ജക്ട്സിൽ വരുന്നതാണ് കാസയും ബിലാസി എന്നുള്ളത്. അത് തന്നെ വേണം, വേറെ ഏതെങ്കിലും ഒരു പൊന്തയിലോ അങ്ങനെ പറ്റില്ല. ചില കാര്യങ്ങൾ സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. കാസിയും ബിലാസിയും വേണം, പിന്നെ മുന്തിരിയിൽ നിന്നെടുത്ത നീര് വേണം, നല്ല ഗോതമ്പിൽ നിന്നുള്ള അപ്പം വേണം. ഇതെല്ലാം കൃത്യം പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ തേങ്ങാവെള്ളം എടുത്തൊന്നും പറ്റില്ല.
അതായത് ഗോതമ്പ് എടുത്തിട്ട് ഗോതമ്പിൻ്റെ അംശത്തിൽ പോലും കുറവ് വരരുതെന്നുണ്ട്. അങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യം നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൂന്നാം പ്രണാമജപം, പിന്നെ അതിനകത്ത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നും പറഞ്ഞാണല്ലോ എൻ്റെ കൽപ്പനാനുസ്മരണം ഉള്ളത്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എല്ലാ അനാഫകളിലും സ്ഥാപനത്തിന് ശേഷം ഇപ്രകാരം കൽപ്പനാനുസ്മരണം കാണാനായിട്ട് സാധിക്കും. അതായത് പുറപ്പാട് സംഭവമാണ് അതിൻ്റെ ഓർമ്മ യഥാർത്ഥവുമായി തീരുന്നത്. അനുസ്മരിക്കുന്ന പഴയ നിയമ പെസഹ ആചരിക്കുന്ന വേളയിൽ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാട് സംഭവം മുഴുവനും ഇസ്രായേൽക്കാർ അനുസ്മരിക്കുന്നു. പെസഹായി എന്ന് പറഞ്ഞതുപോലെ ഇതും അനുസ്മരിക്കുന്നു എന്ന കൽപ്പനയാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇപ്പോൾ ഈശോയുടെ കൽപ്പനയനുസരിച്ച് ആരാധനാ സമൂഹം ഒരുമിച്ചുകൂടി പുരോഹിതനോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു. ലീഗന്മാരിലൂടെ ലഭിച്ച മിശിഹായുടെ കൽപ്പന ഇന്നും വിശുദ്ധ കുർബാനയുടെ സഭ പിന്തുടരുന്നു, അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാം ലേഖനത്തിലെ രണ്ടാം ഭാഗം സ്ഥാപന വിവരണത്തിനും കൽപ്പനാനുസ്മരണത്തിനും ശേഷം മൂന്നാം ലേഖനയുടെ രണ്ടാം ഭാഗം വരുന്നത്. ഇവിടെ മുഖ്യമായും ഈശോയുടെ രക്ഷാകര പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളെ അനുസ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പാപം ചെയ്ത് തെറ്റിലാകപ്പെട്ടവരെ സമുദ്ധരിക്കാൻ, ജീവിപ്പിക്കാൻ, ദൈവികരാക്കാൻ അവിടുന്ന് മനുഷ്യത്വം ധരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓർക്കുന്നത്. പിന്നെ കാനോന, മിശിഹായെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഈ കാനോന മൂന്നാം പ്രണാമജപത്തിൻ്റെ സമാപനമായിട്ട് നിലകൊള്ളുന്നതാണ് കാനോന, അല്ലേ? അതെങ്ങനെയാണ് കാനോന നടക്കണേ? ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ പറഞ്ഞത് ആ കാനോന. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നന്ദി പറയാനുള്ള അവസരമാണിത്. കൃതജ്ഞതയും അപ്പോൾ അതിന് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനമാണ്. അതെ. പിന്നെ ശംശാനയുടെ പ്രഘോഷണം, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് നമ്മോടുകൂടെ. രഹസ്യങ്ങളുടെ പൂർത്തീകരണം വഴി ദിവ്യമായ സമാധാനം പൂർണ്ണമാക്കപ്പെടുന്നുകൊണ്ട് മനസ്സിലും ചിന്തയിലും പ്രാർത്ഥിക്കാൻ ഈ കാറോസിലൂടെ ശംശാന സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ ദിവ്യരഹസ്യങ്ങളെ വീക്ഷിക്കുവിൻ, ഭൗമിക ചിന്തകളിൽ നിന്നും ലൗകിക വീക്ഷണങ്ങളിൽ നിന്നും ദൃഷ്ടികളെ മോചിപ്പിച്ച് കൂടുതൽ ദൈവോന്മുഖരാകുവിൻ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, അല്ലേ? ഒന്ന് വായിക്കാമോ? അതല്ല, ആ ശുശ്രൂഷയുടെ കുറച്ചുള്ളത് അത്രേ കൊടുത്തിട്ടുള്ളൂ. അത് കുറേ കൂടെ ഉണ്ടത്. അത് തന്നെ, അങ്ങനെ വലിയ ഒരു കാറോസൂസയാണത് ഉള്ളത്. ഞാൻ വേണമെങ്കിൽ വായിച്ചു. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാപ്പയന്മാർ ഭയഭക്തിയോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. അത്രയേ ഉണ്ടത്. ഇനി സമയമായില്ലേ? ചായ കുടിച്ചിട്ട് എപ്പോഴാണ് വരുന്നത്?
അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കില്ലേ നിങ്ങളെല്ലാം? എപ്പോഴാ? നാലര തുടങ്ങി 5:30 വരെ, അത് കഴിഞ്ഞ് 7-ന് പോരെ? സമയം ഉണ്ടാവും നിങ്ങൾക്ക്? അല്ല, കുർബാനയിലെ വചന ശുശ്രൂഷയും ആമുഖ ശുശ്രൂഷയും ഒരെണ്ണം, രണ്ടാമത് ഒരുക്ക ശുശ്രൂഷയും അനാഫറയും. അല്ല ഒരു അസൈൻമെൻ്റ് എഴുതിയാൽ മതി, 2 ചോദ്യം ഒന്നാവില്ല. അനാഫറയും കുർബാനയിലെ ഒരുക്ക ശുശ്രൂഷയും വചന ശുശ്രൂഷയും വിശദീകരിക്കുക. 2 അസൈൻമെൻ്റ് എഴുതാറില്ല അല്ലേ? ഒന്ന് ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ. 2 ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര വിവരിക്കുക. 3 സമാപന അതിവികാരുണ്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ വിശദീകരിക്കുക. അതും കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അത് ഒത്തിരി കൂടി പോകില്ല എന്നോർത്ത്. 4 യാമപ്രാർത്ഥനയെക്കുറിച്ചൊരു ലഘു വിവരണം നൽകുക. ഇത്രയേ ഉള്ളൂ. ഇതിൽ 2 എഴുതിയാൽ മതിയാവും. യാമപ്രാർത്ഥനയെക്കുറിച്ചുള്ളത് നിർബന്ധമായിട്ടും ഈ 3 ഒരെണ്ണം എഴുതുക.